അങ്ങനെ അലീനയ്ക്ക് തന്റെ കൂടപ്പിറപ്പുകളോട് യാത്ര പറഞ്ഞ് പോവാനുള്ള സമയം എത്തുകയാണ്. അന്നത്തെ ദിവസം തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ബബിത അലീനയോട് മോശമായി സംസാരിക്കുകയും ചെയ്യാണ്. ഇത് കേട്ട കൃഷ്ണയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ലേട്ടോ. കൃഷ്ണ രണ്ടും കൽപ്പിച്ചോണ്ട് സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്നാൽ കൃഷ്ണ സത്യങ്ങൾ തുറന്നു പറയുന്നത് കേട്ടിട്ട് അലീന അത്ഭുതപ്പെടുകയാണ്. കാരണം കൃഷ്ണയോട് അലീന ഇന്ന് വരെ സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. പിന്നെ ആരാണ് അലീനയോട് സത്യങ്ങൾ പറഞ്ഞതെന്ന് ഒരു നിമിഷം ആലോചിക്കുകയാണ് അലീന. എന്തായാലും അച്ഛന്റെ മകളല്ല അലീന, അമ്മയുടെ മകളാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ രോഹിത്തും ബബിതയും ശരിക്കും ഷോക്കാവാണ്. സത്യം പറഞ്ഞ അവർക്ക് അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ മുറിക്കകത്തോട്ട് കയറി വരുന്നത്. ഇവരുടെ എല്ലാ സംസാരങ്ങളും ബാലചന്ദ്രൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുന്ന മക്കൾക്കായിട്ട് ബാലചന്ദ്രൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും കൂടി കേട്ടപ്പോ എല്ലാവരും ശരിക്കും ഒന്ന് ഷോക്കാവാണ്. അപ്പോൾ ബബിതയും രോഹിത്തും സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന ആ ഒരു ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡാണ് പറയുന്നത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അലീനയാണ്. അലീനയുടെ ഡ്രസ്സൊക്കെ ബാഗിലോട്ട് മടക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് രോഹിത് അകത്തോട്ട് കയറി വരുന്നത്. ആ ചേച്ചി ഇവിടെ നിൽക്കുമായിരുന്നോ? ആ എന്താടാ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. അല്ല, നിനക്ക് വിശക്കുന്നുണ്ടോ രോഹിത്തെ? എന്തെങ്കിലും ഉണ്ടാക്കി തരണോ? ഏയ് എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ടിയതൊക്കെ ബബിത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആഹാ, അത് ശരി. ഇപ്പൊ എന്നേക്കാൾ മുമ്പ് ബബിത അടുക്കളയിൽ കയറുമല്ലോ. അതൊരു കണക്കിന് നല്ലതല്ലേ ചേച്ചി? അത് എന്തുകൊണ്ടും നല്ലതാ. അല്ല, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല രോഹിത്തെ. ഇനി ഞാനിപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാത്തിനും ബബിത ഉണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് അച്ഛന്റെ കാര്യം നോക്കാൻ. ഓ, അപ്പോഴേക്കും ഇവിടുന്ന് പോകുന്ന കാര്യം വരെ എത്തി. എല്ലായ്പ്പോഴും എന്തിനാ ഇങ്ങനെ പോകുന്ന കാര്യം എടുത്തിടുന്നത്? അത് ശരി, അപ്പൊ എനിക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് പോവണ്ടേ? അതിനുവേണ്ടി മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തല്ലേ പറ്റൂ. അതിന് ചേച്ചി ഇവിടുന്ന് ആര് വിടുന്നു? ഞാനും കൃഷ്ണയും ബബിത എന്തായാലും ചേച്ചി എങ്ങോട്ടും വിടുന്നില്ല. ഞങ്ങൾക്ക് ചേച്ചിയെ വേണം, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയായിട്ട്. ഓ അങ്ങനെയാണല്ലേ? എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എന്നെ വേണമെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പ്രസവിച്ച് നിങ്ങളെ അമ്മയെ നിങ്ങൾക്ക് വേണ്ടേ? ഇത് കേട്ടപ്പോ രോഹിത് ഒരു നിമിഷം മിണ്ടാതെ നിൽക്കാനിട്ടോ. അത് കണ്ടപ്പോ തന്നെ അലീന ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? മറുപടി ഇല്ലേ? ഇതാണ് പറഞ്ഞത്, സ്വന്തത്തേക്കാൾ വലുതല്ല പുറമേ നിന്ന് വന്ന ഒരാള്. അതുകൊണ്ട് സ്വന്തം അമ്മയെ മാറ്റി നിർത്തിയിട്ട് പുറമേ നിന്ന് വന്ന ഒരാൾക്ക് അതിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കരുത്. ചേച്ചി, പക്ഷേ അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റല്ലേ? എന്ത് തെറ്റ്? നിങ്ങളുടെ അമ്മയുടെ ഭാഗത്ത് നിന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സ്വന്തം ഭർത്താവ് അവരാഗ്രഹിക്കാത്ത നിലയിൽ പോയി കഴിഞ്ഞാൽ ഏത് ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുക? ചേച്ചി, എന്നാലും ഒരെന്നാലും ഇല്ല. അതെ, നിന്റെ ഭാഗത്ത് നിന്നൊന്ന് നീ ആലോചിച്ച് നോക്ക്. അപ്പൊ നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. ശരി, ഞാൻ അതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എങ്ങോട്ടാ പോകുന്നത്? അതെങ്കിലും ഒന്ന് പറ. അല്ല, ഇനി അലീന ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് വെക്കട്ടെ, എവിടെങ്കിലും ജോലി കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അതൊക്കെ കിട്ടുവടാ. ഞാൻ അന്വേഷിച്ചാൽ എവിടെയെങ്കിലും ഒരിടത്ത് എനിക്ക് ജോലി ഉണ്ടായിരിക്കും. ഇത് കേട്ടിട്ട് രോഹിത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, രോഹിത്തെ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അത് പിന്നെ ചേച്ചി പാതി വഴിയിൽ ഉപേക്ഷിച്ച പഠനം അത് ചേച്ചിക്ക് പൂർത്തിയാക്കി കൂടെ? എന്നിട്ട് പഠിച്ച് നല്ലൊരു ജോലി കിട്ടിയിട്ട് ആ ജോലിക്ക് പോയാൽ പോരെ? ഇങ്ങനെ ഓരോ വീട്ടിൽ സെർവൻ്റായി പോകുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. ചേച്ചിയെ കുറച്ച് നാളേക്കാണെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ കണ്ടു. രോഹിത്തെ, ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. പഠിച്ചിട്ട് തന്നെ വലിയ ജോലി വാങ്ങി പണം ഉണ്ടാക്കണം എന്നില്ലല്ലോ. അറിയാവുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കണം. എന്നാലും ചേച്ചി, മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് തൂപ്പ് ജോലി ചെയ്യുന്നത് കണക്കാണോ പഠിച്ചിട്ടൊരു ജോലി വാങ്ങുന്നത്? അതിന് അതിൻ്റെതായിട്ടുള്ള അന്തസ്സില്ലേ? എന്തന്തസ്? ഞാൻ നോക്കിയിട്ട് അതിലൊന്നും വേർതിരിഞ്ഞ അന്തസ്സൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ അന്തസ്സെന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? അതൊക്കെ ഓരോരുത്തരുടെ നെഗളിപ്പിന് വേണ്ടി ഉണ്ടാക്കുന്നതാ. ഈ ലോകത്ത് പഠിക്കാൻ കഴിയാത്തവർക്കും പാവപ്പെട്ടവർക്കൊക്കെ ജീവിക്കണ്ടേ? അവർക്കറിയാവുന്ന തൊഴിൽ ചെയ്താലല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റൂ രോഹിതേ. എന്നാലും ചേച്ചി, അതുപോലെയല്ല ചേച്ചി ഞങ്ങൾ സ്വന്തം ചേച്ചിയായിട്ടും അച്ഛൻ സ്വന്തം മകളുമായിട്ട് കണ്ടില്ലേ? പക്ഷേ ഇവിടുത്തെ മാഡം എന്നെ അങ്ങനെ കാണുന്നില്ലല്ലോ. അങ്ങനെ കാണാത്തോടത്തോളം കാലം എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. ഇത് കേട്ടോണ്ടാണ് ബബിത അങ്ങോട്ട് കയറി വരുന്നത്. ഓഹോ, അത് ശരി. അപ്പൊ പോവാനുള്ള പ്രിപ്പറേഷനൊക്കെ ഇപ്പൊ തന്നെ തുടങ്ങി. എനിക്ക് ഇന്ന് തന്നെ പോവണം. ഇന്ന് പോണെന്നോ? അപ്പൊ രോഹിത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇന്ന് തന്നെ പോവാണോ? അതെ. എങ്ങോട്ട്? എവിടേക്കെന്ന് വെച്ചാ ചേച്ചി പോകുന്നത്? എനിക്ക് എവിടെങ്കിലും അഭയം കിട്ടാതിരിക്കില്ല രോഹിത്തെ. നിങ്ങളൊന്നും അതാലോചിച്ച് വിഷമിക്കണ്ട. എനിക്ക് നല്ലൊരു സ്ഥലത്ത് തന്നെ ജോലി കിട്ടും. അപ്പൊ ബബിത പറയുന്നുണ്ട്, പിന്നെ ഹോം മിനിസ്റ്ററുടെ ജോലിയല്ലേ, വലിയ ഉദ്യോഗത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടി പോകുന്നത് പോലെയാ. ഒരു വീട്ടിലെ ജോലിക്ക് പോവാണെന്ന് ആരും പറയില്ല. അഹങ്കാരം അങ്ങനെയാണല്ലോ. ബബിതെ, എനിക്ക് ഈ ജോലി ഒരു കുറവായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വിട്ടു. ഞാൻ നിനക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചെന്നില്ലേ? നീ അത് ഇട്ടിരുന്നോ? ഓ, ഞാൻ എന്തിനിടണം? ഇതുവരെ സ്വന്തം ചേച്ചിയാണെന്നെങ്കിലും കരുതിയിരുന്നു. ഇപ്പൊ അങ്ങനെയും കരുതാനില്ലല്ലോ. പിന്നെ പതിടേണ്ട ആവശ്യമൊന്നുമില്ല. അത് വല്ല പാവപ്പെട്ടവർക്കും കൊടുക്കാം. ഇത് കേട്ടപ്പോ അലീനയ്ക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പൊ രോഹിത് പറയുന്നുണ്ട്,
എടി ബബിതേ, നീ മിണ്ടാതിരിക്കും രോഹിത്തെ. പറയേണ്ടതൊക്കെ ഇവരുടെ മുഖത്ത് നോക്കി തന്നെ പറയണം. ഇത്രയും കാലം പച്ചക്കള്ളവും പറഞ്ഞ് ഞങ്ങളെയൊക്കെ പറ്റിക്കില്ലായിരുന്നു. ഞങ്ങളേന്ന് പറയാൻ പറ്റത്തില്ല, എന്നെ മാത്രം. ബബിതേ, ഒന്നും പറയണ്ട. അലീന ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പൊ തന്നെ ഞങ്ങളോടൊന്നും ചോദിക്കാതെയാണല്ലോ പോവാൻ നിൽക്കുന്നത്. ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോ. ഞങ്ങളോട് യാത്ര പറയാനും വന്നേക്കരുത്. ബബിതേ, ഒന്ന് നിക്ക്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. ഞങ്ങളൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. അതിന് ചേച്ചിക്ക് പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ അലീന ചേച്ചി ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്തോ. മോളെ ബബിതേ, നിങ്ങളോടൊന്നും ഇഷ്ടമില്ലായിട്ടല്ല അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നത്. പിന്നെന്തുകൊണ്ടാ? ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം പോവാൻ ഇറങ്ങിയതാണോ? അതൊന്നുമല്ല. നിങ്ങൾക്കറിഞ്ഞൂടെ നിങ്ങളുടെ അമ്മയുടെ പിടിവാശി? ഞാൻ ഇവിടുന്ന് പോയാലേ നിങ്ങളുടെ അമ്മ ഇങ്ങോട്ട് വരുള്ളൂ. മാഡം ഇങ്ങോട്ട് വന്നാലേ നിങ്ങളുടെ കുടുംബം പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതൊക്കെ ചേച്ചിയുടെ വെറും തെറ്റിദ്ധാരണയാ. അമ്മയുടെ മനസ്സിലുള്ള ദേഷ്യം മാറിയിട്ടില്ലെങ്കിൽ അച്ഛനും അമ്മയും ഒരിക്കലും ഒന്നിക്കില്ല. ഇതിപ്പോ ഇവിടെ വന്നാലും 2 മുറിക്കകത്ത് കഴിയുന്ന പോലെ തന്നെയായിരിക്കും ഇപ്പൊ അവിടെ പോയി നിൽക്കുന്നതും. എന്ന് കരുതി എന്നെ ചൊല്ലി മാഡം എപ്പോഴും വാടക വീട്ടിൽ പോയി നിൽക്കണമെന്നാണോ ബബിത നീ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷേ അമ്മയുടെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല. അതിപ്പോ അലീന ചേച്ചി പോയെന്ന് കരുതിയിട്ട് അതുകൊണ്ട് ആ ചേച്ചിയോട് പോവണ്ടെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ അലീന ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്തോ. ബബിതേ, എനിക്കൊന്നും കേൾക്കണ്ട ചേച്ചി. അല്ല, രോഹിത് എന്താ ചെയ്യുന്നത്? ഈ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നതിന് കൂടെ സഹായിക്കാൻ നിൽക്കുവാണോ? അല്ല, ഞാൻ ചേച്ചിയോട് പോവണ്ടെന്ന് പറയുമായിരുന്നു. എന്നിട്ട് എന്താ കാര്യം? നമ്മുടെ കണ്ണീരിനും നമ്മുടെ സ്നേഹത്തിനൊന്നും ഇവിടെ ഒരു വിലയില്ല. സമയമായപ്പോ റോബോട്ടിനെ പോലെ പോവല്ലേ വേറൊരു വീട്ടിലോട്ട്. നിങ്ങൾക്ക് എന്തോ ഒന്നും മനസ്സിലാവാത്തത്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്ക്. ആരുമല്ലാത്ത എന്നേക്കാളും നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ അമ്മയാണ്. നിങ്ങളുടെ അമ്മ വേണം ഇങ്ങോട്ട് വരാൻ. അതിപ്പോൾ ഞാൻ പോയാലും കുഴപ്പമില്ല. അതാണ് ചേച്ചിയോട് ഞാൻ പറഞ്ഞത്. ചേച്ചി ഇപ്പം ഇവിടുന്ന് പോയെന്ന് കരുതിയിട്ടും അമ്മയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അമ്മ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നെന്നിരിക്കും. പക്ഷേ അതീ വീട്ടിലെ നിൽപ്പ് മാത്രമേ ആവത്തുള്ളൂ. അച്ഛനോട് അമ്മ മിണ്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ മിണ്ടും. ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. ചിലപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരമ്മയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതെന്തായാലും ഉറപ്പാ. ചേച്ചി, ഞങ്ങൾ കണ്ടത്രേ അമ്മയെ ചേച്ചി കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ചേച്ചിക്ക് ഇങ്ങനെ തോന്നുന്നത്. അമ്മ ഒരു പിടിവാശിക്കാരിയാ. ആവശ്യമില്ലാത്ത കാര്യത്തിനെ പിടിവാശി കാണിക്കുക. എപ്പോഴും അമ്മയുടെ ഭാഗത്ത് മാത്രമാ ശരിയെന്ന വിചാരം. അത് ബബിത പറഞ്ഞത് ശരിയാ. ചേച്ചിക്ക് അമ്മയെക്കുറിച്ച് അറിയാനിട്ടാ എപ്പോഴും അമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിനാ വാശി പിടിക്കുന്നത്. ദേ, ഇപ്പൊ തന്നെ അറിയോ, ചെലവുകളും കാര്യങ്ങളും എല്ലാം അച്ഛനാ നോക്കുന്നത്. അമ്മയ്ക്ക് കാശ് കിട്ടുന്നുണ്ടെങ്കിലും ഒരു നയാ കാശ് ആവശ്യമില്ലാതെ അമ്മ ചെലവാക്കില്ല. അതൊക്കെ നിങ്ങളുടെ നല്ലതിനും കൂടി വേണ്ടിയിട്ടല്ലേ? ആയിരിക്കും. ഞാനേ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ഇപ്പൊ വരാം. ഇതും പറഞ്ഞുകൊണ്ട് ബബിത നേരെ അടുക്കളയിലോട്ട് പോവാണ്. അങ്ങനെ രോഹിത് പറയുന്നുണ്ട്, ചേച്ചി ഒന്നുകൂടി ആലോചിക്കേ, എന്നിട്ടൊരു തീരുമാനം എടുക്ക്. ഇതും പറഞ്ഞ് അവിടെ നിന്ന് രോഹിത് പോകുന്നുണ്ട്. ആ സമയത്ത് അലീനയ്ക്ക് ഭയങ്കര വിഷമം വരാണ് കേട്ടോ. അലീന ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രന്റെ റൂമാണ് കേട്ടോ. ബാലചന്ദ്രന്റെ അടുത്തോട്ട് കൃഷ്ണ കയറി വരുന്നുണ്ട്. അച്ഛാ. എന്താ മോളെ? അല്ല, അച്ഛന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ. ഏയ്, എന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എന്താ, അലീന ചേച്ചി പോകുന്നതിന് വിഷമാണോ? അലീന പോകുന്നതിൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ ആ പോകുന്ന ആൾക്ക് വിഷമമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അതാലോചിച്ച് വിഷമിക്കുന്നത്? എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എന്താ, നമ്മുടെ വിഷമം ആ പോകുന്ന ആൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അലീന ചേച്ചി എന്ത് വില കൊടുത്തും നമ്മളിവിടെ പിടിച്ചു നിർത്തണം. വല്ല നടക്കുന്ന കാര്യം വേണമെങ്കിൽ നീ പറ. നിങ്ങളുടെ ചേച്ചിയായി അലീനയെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ സകല അടവുകൾ എടുത്തതാ. പക്ഷേ അവക്കൊരു നിമിഷം ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? പക്ഷേ അച്ഛാ, അലീന ചേച്ചി ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോവാനാ? ചേച്ചിക്ക് വേറെ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ ചേച്ചി അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? ചേച്ചി ഒരു പെൺകുട്ടിയല്ലേ. നിന്നെയും ബബിതയെ അങ്ങനെ ഇറക്കി വിടുന്നതിൽ എനിക്ക് പേടിയുണ്ട്. പക്ഷേ അലീനയുടെ കാര്യം അങ്ങനെയല്ല. അപ്പൊ അച്ഛൻ എന്താ പറയുന്നത്? അലീന ചേച്ചി പൊയ്ക്കോട്ടെ എന്നാണോ? ഞങ്ങളെ എല്ലാവരെയും നിരാശയിലാക്കാനാണോ? ബബിത ചേച്ചിയും രോഹിത്തേട്ടനും ഒക്കെ നല്ലവരാക്കി എടുത്തത് നമ്മുടെ അലീന ചേച്ചിയല്ലേ? മോളെ കൃഷ്ണേ, അതൊക്കെ ശരിയാണ്. പക്ഷേ അവൾ ഇവിടെ പിടിച്ചു നിർത്താൻ മാത്രം അധികാരമൊന്നും എനിക്കില്ലല്ലോ. ഉണ്ടായിരുന്നു. ബബിതയ്ക്കും രോഹിത്തിനും അവൾ എൻ്റെ സ്വന്തം മകളാണെന്ന് തിരിച്ചറിയുന്നത് വരെ. ഇപ്പൊ അവൾ അതൊക്കെ തുറന്ന് പറഞ്ഞില്ലേ? അച്ഛാ, എന്നാ പിന്നെ നമുക്ക് ഈ സത്യം രോഹിട്ടനോടും ബബിത ചേച്ചിയോടും പറഞ്ഞാലോ? ഒരിക്കലും അങ്ങനെ പറയരുത്. അതെന്താ അച്ഛാ? അവരറിയുന്നതിലൂടെ ഒരു നഷ്ടം ഉണ്ടാവുന്നില്ലല്ലോ. അവരറിയുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ അലീനയ്ക്ക് അതിഷ്ടമില്ലെങ്കിലോ? അതിന് നമുക്ക് രോഹിട്ടനോടും ബബിത ചേച്ചിയോടും ഈ സത്യം അറിഞ്ഞ പോലെ നടിക്കേണ്ടെന്ന് പറഞ്ഞാ പോരെ? അത് ആ സമയത്താണ് കേട്ടോ ബബിത കയറി വരുന്നത്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? അച്ഛാ, ബബിതേച്ചി. അല്ല, അച്ഛനും മോളും എന്തോ രഹസ്യം പറയായിരുന്നു എന്ന് തോന്നുന്നു. അച്ഛനും മോളും അല്ലേ?
പല രഹസ്യങ്ങളും പറയാനുണ്ടായിരിക്കും. അല്ല, ഇനി ഈ മോൾക്ക് എന്താണാവോ പറയാനുള്ളത്? ഓ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവിടെ ചേച്ചിയെന്നും പറഞ്ഞ് ഒരുത്തി വന്നിട്ടുണ്ടല്ലോ. ആ ചേച്ചിയുടെ സമയം കഴിഞ്ഞപ്പോ അത് പൊടിയും തട്ടി വേറെ സ്ഥലത്തേക്ക് പോവാ, വേറെ ആളുകളെ നന്നാക്കാൻ. മോളെ, അവക്ക് സമയമായി കഴിഞ്ഞാ അവക്ക് പോയല്ലേ പറ്റൂ. അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ ഈ പറയുന്നത്? അങ്ങനെ ഒറ്റയടിക്ക് പോവാന്ന് പറയുമ്പോ ഇറങ്ങി പോവാൻ പറയുന്ന ബന്ധമാണോ നമുക്കിടയിലുള്ളത്? പിന്നെ എന്ത് ബന്ധമാണ് നിങ്ങൾക്കിടയിൽ ഉള്ളത്? ഇത് പറഞ്ഞപ്പോ തന്നെ ബബിത ഒന്ന് ഡെസ്പായി പോവാണ് കേട്ടോ. മോളെ, എന്റെ സ്വന്തം മകളാണെന്നുള്ള ധൈര്യത്തോടെ അല്ലേ നിങ്ങൾ അവളെ ചേച്ചിയായി കണ്ടത്. പക്ഷേ ഇപ്പൊ അവള് തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ അവൾ എന്റെ സ്വന്തം മകളല്ലെന്ന്. മോള് വിഷമിക്കാതെ. നമ്മളോടൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ അലീന ഒരിക്കലും ഇവിടുന്ന് പോവില്ല. എന്നാലും അച്ഛാ, നമ്മൾ പറയേണ്ടത് പറഞ്ഞില്ലേ. ഇനി തീരുമാനം എടുക്കേണ്ടത് അലീനയാണ്. എന്റെ സ്വന്തം മകളല്ലെന്നുള്ളത് ശരിയാ. അതുകൊണ്ട് എനിക്ക് അവളെ തടഞ്ഞു നിർത്താനുള്ള ഒരു റൈറ്റും ഇല്ല. അവക്ക് പോകണമെന്ന് വാശി പിടിച്ചാ അവളെ വിട്ടേ പറ്റൂ. അപ്പൊ കൃഷ്ണൻ പറയുന്നുണ്ട്, പക്ഷെ അച്ഛാ, ഞങ്ങൾക്ക് ഇനി അലീന ചേച്ചി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളെ സ്വന്തം ചേച്ചിയെ പോലെ അലീന ചേച്ചിയെ കണ്ടു കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ മക്കളെ? ഇത് കേട്ടപ്പോ രോഹിത് പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ, അച്ഛനങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് ഈ ഒരു ചേച്ചിയെ കൊണ്ടു തന്നത് അച്ഛനാ. അതുകൊണ്ട് പോവണ്ടെന്ന് പറയേണ്ടതും അച്ഛന്റെ കടമയാ. അച്ഛൻ പറഞ്ഞ അലീന ചേച്ചി കേൾക്കും. മക്കളെ, ഞാൻ പറഞ്ഞ അവള് കേൾക്കില്ല. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി അലീനയോട് പറഞ്ഞതാ. അവള് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. പിന്നെ ഞാൻ ഇനി എങ്ങനെ പറയാനാ? അങ്ങനെ രോഹിത്തിന്റെ പിന്നാലെ തന്നെ അലീന ആ മുറിയിലോട്ട് കയറി വരുന്നുണ്ട്. ആഹാ, എല്ലാവരും ഇവിടെ വട്ടമേശ സമ്മേളനാണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? അപ്പൊ ബബിത പറയുന്നുണ്ട്, ഓ, ഞങ്ങൾക്കൊന്നും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. അലീന ചേച്ചിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ചേച്ചി എടുത്ത് കഴിച്ചോ. ഇതെന്താ ഇങ്ങനെ? സാധാരണ നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ കഴിക്കാറ്. ഇന്നിതെന്തു പറ്റി? ഓ, ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോവുക, ആരോടും പറയാതെ. ആരൊക്കെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും ആ വ്യക്തി നിൽക്കുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാ അവരുമായിട്ട് സഹകരിക്കുന്നേ? ഓ, വീണ്ടും എന്റെ കാര്യം തന്നെയാണല്ലേ? അപ്പൊ കൃഷ്ണ പറയുന്നുണ്ട്, അതെ, ചേച്ചിയുടെ കാര്യം തന്നെയാ. ചേച്ചി ഇവിടുന്ന് പോവണ്ട. ചേച്ചി വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ വിട്ടാലല്ലേ ചേച്ചി ഇവിടുന്ന് പോകത്തുള്ളൂ. നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇവിടുന്ന് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിരിക്കും. ഞാൻ പോവെന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് തടയാൻ പറ്റില്ല. അതിവിടെ ആര് ശ്രമിച്ചാലും ആര് പറഞ്ഞാലും ഞാൻ പോയിരിക്കും. കാരണം എന്നായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവേണ്ടവളാ. ഈ വീട്ടിൽ നിങ്ങൾക്കൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് എന്നെ ചൊല്ലി ഈ വീട്ടിലോട്ട് വരാതിരിക്കുക. ഞാൻ പോയാൽ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നതല്ലേ മക്കളെ നല്ലത്? ഒരിക്കലും അല്ല. അമ്മയെ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ ചേച്ചി പോവരുത്. ഞാനിവിടുന്ന് പോയിട്ടില്ലെങ്കിലേ നിങ്ങളുടെ അമ്മയെ ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ രോഹിത് പറയുന്നുണ്ട്, അച്ഛാ, അച്ഛനൊന്നും പറയാനില്ലേ? എനിക്കെന്ത് പറയാനാ? ഞാൻ എന്തായാലും ഇനി വൈജയന്തിയുമായിട്ട് നല്ല രീതിയിൽ ഒരു ജീവിതം നയിക്കില്ല. പിന്നെ ഇവർക്കൊരമ്മ. അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ഈ വീട്ടിൽ ജീവിക്കാം. അതുകൊണ്ട് ആരെന്ത് തീരുമാനം എടുത്താലും എനിക്കിനി ഒരു കുഴപ്പമില്ല. അല്ലേനും ഇവിടെ ഒരാളുടെ വാക്കിന് പ്രസക്തി ഇല്ലെങ്കിൽ അവിടെ അയാൾ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ഇതും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ആ മുറിയിൽ നിന്ന് പോവാണ്. അങ്ങനെ എല്ലാരും ഒന്നും മിണ്ടാതെ അലീനെ ആ റൂമിൽ തനിച്ചാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഇതൊക്കെ അലീനയ്ക്ക് ഭയങ്കര ഹേർട്ട് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രോഹിയെയും ബബിതയാണ്. രോഹിയോട് ബബിത പറയുന്നുണ്ട്, അല്ല, നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇനി നമ്മൾ എന്താ ചെയ്യാ? ഒന്നും അറിഞ്ഞൂടാ. ഒന്നും ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അല്ല, രോഹിയേട്ടന്റെ തലയിൽ എന്തെങ്കിലും ഒരു ഐഡിയ തെളിയുന്നുണ്ടോ? ഐഡിയ ഒക്കെ തെളിയുന്നുണ്ട്, പക്ഷേ അതത്ര പോസിബിൾ അല്ല. 50-50 ചാൻസാ. അല്ല, ഐഡിയ എന്താണെന്ന് പറ, എന്നിട്ട് പോസിബിൾ ആണെന്ന് ഞാനും ഒന്ന് ആലോചിക്കട്ടെ. ബബിതേ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നീ ഒരിക്കലും കൃഷ്ണയോട് മാത്രം പറയരുത്. അല്ല, അതെന്താ കൃഷ്ണയോട് പറഞ്ഞ? കൃഷ്ണയോട് പറയുന്നത് നല്ലതല്ലേ? അവള് നമ്മുടെ കൂടെയല്ലേ? അവള് നമ്മളെ കൂടെയൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അവക്കറിയാം. അത് രോഹിയേട്ടൻ പറഞ്ഞത് ശരിയാ. അവക്ക് നമുക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം. നമ്മളത് എത്ര ചോദിച്ചിട്ടും അവള് തുറന്നു പറഞ്ഞില്ലല്ലോ. ആ രഹസ്യം എന്താണെന്ന് ആദ്യം അറിയണം. അതറിഞ്ഞാൽ മാത്രമേ അടുത്ത ഐഡിയ പ്രയോഗിക്കാൻ പറ്റൂ. അതെന്തായാലും നടക്കും. കൃഷ്ണയോട് പറയേണ്ടെന്ന് ആരെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അത് ആരോടും പറയില്ല രോഹിയേട്ടാ. അവൾ അത്രയ്ക്ക് സത്യസന്ധയാ. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമൊക്കെ തന്നെയാ. അപ്പൊ പിന്നെ നമ്മളെങ്ങനെ ആ സത്യം അറിയാനാ? നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കൃഷ്ണയുടെ വായിലൂടെ അറിയണം. അല്ലാതെ അലീന ചേച്ചി അച്ഛനൊന്നും അത് പറയാൻ പോകുന്നില്ല. അതറിയാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് നീയൊന്ന് ആലോചിക്കേ. ഓ, ഞാൻ ആലോചിച്ച എന്റെ കുബുദ്ധിയിൽ എന്തായിരിക്കും വരാന്ന് രോഹിയേട്ടന് അറിഞ്ഞൂടെ? എന്നാ പിന്നെ ഞാനൊരു ഐഡിയ പറയട്ടെ. പറയ്. അല്ല, നീ അതിന് അഭിനയിക്കോ? അഭിനയിക്കാനോ? അഭിനയിക്കണം. അഭിനയിച്ചാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റൂ. പിന്നെ അഭിനയം 100% ഒറിജിനൽ ആയിരിക്കണം. അല്ലാതെ ഒരുമാതിരി രീതിയിൽ അഭിനയിച്ചാലേ മറ്റുള്ളവർക്ക് പിടികിട്ടും. അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ അലീന ചേച്ചി ഇവിടെ പിടിച്ചു നിർത്തണ്ടേ?
അതിന് അഭിനയിക്കാൻ അറിഞ്ഞില്ലെങ്കിലും എങ്ങനെയെങ്കിലും അഭിനയിച്ചേ പറ്റൂ. നിനക്കാവുമ്പോ ദേഷ്യം പിടിക്കാൻ കുറച്ച് എളുപ്പമാ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ അമ്മയെ പോലെ ദേഷ്യം പിടിക്കുന്നവളല്ലേ. ദേ രോഹിട്ടാ. ഓ ഞാൻ നിർത്തി. ഇനി അതും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ കലപില കൂടണ്ട. ആ അത് ശരിയാ. അല്ല രോഹിട്ടന്റെ ഐഡിയ എന്താണെന്ന് പറ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. പറയാം. ഇതും പറഞ്ഞുകൊണ്ട് രോഹി ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഐഡിയ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. അതൊക്കെ മ്യൂട്ടാക്കിയിട്ടാണ് കേട്ടോ രോഹി പറയുന്നതൊക്കെ കാണിക്കുന്നത്. അയ്യോ രോഹിട്ട, ഇതൊക്കെ വർക്കാവോ? നല്ലപോലെ അഭിനയിച്ചാൽ വർക്കാവും. എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് പോന്ന്. നിന്റെ കയ്യിൽ നിന്ന് പോയാൽ പോയി. എന്തായാലും സത്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇതന്നെ വഴിയുള്ളൂ. ഇതിനാണ് പറയുന്നത് വളഞ്ഞ വഴിയെന്ന്. വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചാലും നമുക്ക് സത്യം അറിയാൻ പറ്റൂ. എന്തായാലും സത്യം അറിയാനല്ലേ, അതെന്തായാലും അറിഞ്ഞേ പറ്റൂ. അതിനുവേണ്ടി അഭിനയിക്കാനല്ല, എനിക്കറിയാത്ത എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ആ എന്നാ പിന്നെ തുടങ്ങിക്കോ. ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് ബബിത നേരെ ഹാളിലോട്ട് ചെല്ലാണ്. എന്നിട്ടൊരു സൈഡിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അലീന വരുന്നത്. രോഹി, ബബിതേ, കൃഷ്ണേ, ഷോ ഇവരൊക്കെ ഇത് എവിടെ പോയി ഇരിക്കുക? ഇതും പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്താണ് അവിടെ ഒരു ഭാഗത്തായിട്ട് ബബിത ഇരിക്കുന്നത് കാണിക്കുന്നത്. ഹാ അത് ശരി, അപ്പൊ നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്താ ബബിത ഞാൻ വിളിച്ചിട്ട് നീ വിളി കേൾക്കാത്തത്? ഇവളെന്താ ഒന്നും മിണ്ടാത്തത്? ബബിതേ, ഇത് കേട്ടപ്പോ ബബിത മനസ്സിൽ കരുതുന്നുണ്ട്. ഷോ അലീന ചേച്ചി ദേഷ്യം വാ. ഓ ഒന്ന് ദേഷ്യം വന്നോട്. അഭിനയിക്കേണ്ട സമയത്ത് അഭിനയിക്കാനും അറിയില്ല. മോളെ ബബിതേ, നിനക്ക് എന്തു പറ്റി? വിട്. ഏത് ബബിത? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനാണോ പറയുന്നത്? നിങ്ങളല്ലേ? എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. ആദ്യം കള്ളം പറഞ്ഞു അച്ഛൻ്റെ സ്വന്തം മകളാണെന്ന്. നാണമില്ലല്ലോ നിങ്ങൾക്ക്? അച്ഛൻ്റെ സ്വന്തം മകളാണെന്നും പറഞ്ഞ് ഇങ്ങനെ കള്ളം പറഞ്ഞു ഒരു കുടുംബത്തിൽ കാര്യപ്പറ്റാൻ. ബബിതേ, നിർത്ത്. ഇനി എന്ത് കള്ളം പറയാനാ വരുന്നത്? നിങ്ങൾക്ക് പോണെന്നല്ലേ പറഞ്ഞത്? പൊയ്ക്കോ. ഇനിയൊരു നിമിഷം പോലെ ഇവിടെ നിൽക്കണമെന്നില്ല. സ്ഥലം കാലിയാക്കി തന്ന അത്രയും നല്ലത്. ഷോ കുറച്ച് ഓവറാവുന്നുണ്ടോ? എന്തായാലും ഇങ്ങനെ ആക്ട് ചെയ്യാനല്ലേ രോഹിയേട്ടൻ പറഞ്ഞത്. അയ്യോ ബബിതേ മോളെ, ഞാൻ എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ? നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്നോ? നിങ്ങൾ ആർക്കും വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്? പണത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കയറി പറ്റിയത്? പണത്തിന് വേണ്ടിയോ? ഈശ്വര, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ആരാ ഇതൊക്കെ പറഞ്ഞത്? പറയും മോളെ. എനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ല. അല്ലേനും എൻ്റെ ആരും അല്ലാത്ത നിങ്ങളോട് ഞാൻ എന്തിനാ ഇതൊക്കെ പറയേണ്ട ആവശ്യം? ഇത് കേട്ടോണ്ടാണ് കൃഷ്ണ അങ്ങോട്ട് വരുന്നത്. അല്ല എന്താ ഇവിടെ ഒരു ബഹളം? എന്താ ബബിത ചേച്ചി അലീന ചേച്ചിയോട് ദേഷ്യപ്പെടുന്നത്? അതെന്താടി, എനിക്ക് ദേഷ്യപ്പെട്ടൂടെ? എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ ദേഷ്യപ്പെടും. നീ അതിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട. ചേച്ചിക്ക് എന്താ ഇങ്ങനെ ഒരു മാറ്റം? മനുഷ്യരാണ്, മാറ്റങ്ങളൊക്കെ സംഭവിക്കും. പലതും ഇപ്പോഴല്ല അറിയുന്നത്, ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ്. ഇത് കേട്ടോണ്ട് രോഹിത് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന പറയുന്നുണ്ട്, മോനെ രോഹിത്തെ, ബബിത പറയുന്നത് നോക്കിയേ. അവള് പറയേണ്ടത് തന്നെയാ പറയുന്നത്. ഞാൻ നിങ്ങളുടെ മുഖത്തോക്കി പറയണമെന്ന് കരുതിയതാ. പിന്നെ എന്നെ കുറെ നാൾ പരിചയിച്ചതല്ലേ, ആ ഒരു പരിഗണന തരുന്നു മാത്രം. ഇതെന്താ, ഇവർക്ക് എന്താ പറ്റിയത്? കൃഷ്ണേ, എന്താ ഇവർക്ക് പറ്റിയത്? എനിക്കൊന്നും അറിഞ്ഞൂടെ ചേച്ചി, ഇവരെന്തൊക്കെയോ വിളിച്ച് പറയുവാ. അപ്പൊ രോഹിത് പറയുന്നുണ്ട്, എന്തൊക്കെയോ അല്ല പറയുന്നത്, ഉള്ള കാര്യം തന്നെയാ പറയുന്നത്. നിന്റെ ഈ അലീന ചേച്ചി ഉണ്ടല്ലോ, ഈ അലീന ചേച്ചി നമ്മളാരുമല്ല. ഇവരെ നമ്മളെ വിറ്റ് ജീവിക്കുക, നമ്മളെ വിറ്റ് പണം ഉണ്ടാക്കുവാണ്. പണത്തിനും വേണ്ടി കൊതിച്ചോണ്ട് അവരിങ്ങോട്ട് വന്നത്. എന്നിട്ട് നമ്മളെ നന്നാക്കിയെന്ന് പേരും കൊള്ളാം. എന്തായാലും നേഴ്സിംഗ് പരിചരണം നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ച് തകർത്തു. എന്തൊക്കെയോ ഈ പറയുന്നത്, എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. വെറുതെങ്കിലാണെങ്കിലും എൻ്റെ കൂടപ്പറപ്പ്. ഏത് കൂടപ്പറപ്പ്? ഞങ്ങൾ നിങ്ങളെ കൂടപ്പറപ്പൊന്നുമല്ല. പിന്നെ കൂടപ്പറപ്പാണെന്ന് തെറ്റിദ്ധരിച്ചു. ഞങ്ങളുടെ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. പൈസ മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിപ്പോൾ അച്ഛനെയും അമ്മയും കൊണ്ട് തെറ്റിച്ചു, അവരെ പിരിയിപ്പിച്ചു. എന്നിട്ട് എന്തായി? അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറെ കാശടിച്ച് മാറ്റാനായില്ലോ. ഓരോരുത്തരുടെ മറ്റേ ചിലവ്, മറിച്ച ചിലവ്, പഠന ചിലവ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ പൈസ തട്ടിയെടുത്തു. ആ കോളനിക്കാരുടെ കൂടെ കൂടിയിട്ട് അതും ഞങ്ങൾ പറ്റിച്ചു അല്ലേ? രോഹിത്തെ, നീ ഇങ്ങനെയാണോ എന്നെ മനസ്സിലാക്കി വെച്ചേക്കുന്നത്? ഞാൻ മാത്രമല്ല, ബബിതി ഇങ്ങനെ തന്നെയാ. ഞങ്ങൾ കേട്ടു, അറിയാനുള്ള സത്യങ്ങൾ ഞങ്ങൾ അറിയുകയും ചെയ്തു. ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അതാദ്യം പറയും. പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. ഞങ്ങളോട് ആരെന്തൊക്കെ പറഞ്ഞാലും വിത്തിൻ പ്രൂഫോട് കൂടിയിട്ടാണ് കാണിച്ചു തന്നത്. ആ പ്രൂഫ് വിശ്വസിക്കാതിരിക്കാൻ മാത്രം വിഡ്ഢികളല്ല ഞാനും ബബിതയും. അപ്പൊ കൃഷ്ണ പറയുന്നുണ്ട്, ദേ രോഹിട്ട, ഇതൊക്കെ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. കൂടുന്നുണ്ടല്ലേ? നീയും ഞങ്ങളെപ്പോലെ ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാലേ നീയും ഞങ്ങളുടെ പക്ഷത്തായിരിക്കും. എന്തറിഞ്ഞെന്നാ? അലീനെ ചേച്ചിയെ കുറിച്ച് നിങ്ങളെ ആരും തെറ്റിദ്ധരിപ്പിച്ചതാ? ഞങ്ങൾ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ അറിയേണ്ട സത്യം തന്നെ അറിഞ്ഞത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് പോണെന്നല്ലേ പറഞ്ഞത്?
സമയം വൈകിക്കണ്ട. എത്രയും പെട്ടെന്ന് പെട്ടിയും കിടക്കെടുത്ത് സ്ഥലം വിട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളെ അമ്മയെ വേണം. ഞങ്ങളുടെ അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തണം. അതിന് നിങ്ങൾ പോയിട്ടാണെങ്കിൽ ദയവ് ചെയ്ത് പോയി തന്നേക്കണം പ്ലീസ്. ബബിതേ, നമുക്ക് പറയാനുള്ളത് പറഞ്ഞില്ലേ, ഇനി നമ്മൾ സംസാരിക്കൊന്നും വേണ്ട, നീ വാ. അങ്ങനെ ബബിതയും രോഹിത് അവിടുന്ന് പോകുന്നിട്ടോ. അലീനയാണെങ്കിൽ ആകെ വിഷമത്തോട് കൂടിയിട്ട് ഒരു ചുമരിൽ ചാരി താഴോട്ടിരിക്കുകയാണ്. അപ്പം തന്നെ കൃഷ്ണ അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി അവർ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുവാ, അത് ഞാൻ പറഞ്ഞ് ക്ലിയർ ആക്കിക്കോളാം. ചേച്ചി വിഷമിക്കാതിരിക്കും ചേച്ചി. ചേച്ചി ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് എനിക്ക് ആകെ വിഷമാവുന്നു. അലീനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് രോഹിയെയും ബബിതയാണ് കാണിക്കുന്നത്. രോഹിയേട്ടാ, നമ്മൾ കുറച്ച് ഓവറായി. പാവ അലീന ചേച്ചി അതിൻ്റെ മനസ്സിൽ കൊണ്ടു കാണും. കൊള്ളാൻ വേണ്ടിയാണല്ലോ നമ്മളങ്ങനെ പറഞ്ഞത്. ഇല്ലെങ്കിലേ നമ്മൾ മാത്രം സത്യം അറിയാതെ വിഡ്ഢികളാവും. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചേച്ചിയെ നമ്മൾ നെഞ്ചോട് ചേർത്ത് നിർത്തും. അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. അതൊരിക്കലും ഓവറാവില്ല. എന്നാലും പാവം ചേച്ചിയുടെ മുഖം കണ്ടിട്ട് എനിക്കാകെ നിന്നെപ്പോലെ തന്നെ എനിക്കും വിഷമമുണ്ട്. ചേച്ചിയെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് സത്യം അറിയാൻ അതേ ഒരു വഴിയുള്ളൂ. അപ്പോഴാണ് കൃഷ്ണ അങ്ങോട്ട് വരുന്നത്. അല്ല, എന്താ രണ്ടുപേരുടെയും ഭാവം? എന്ത് ഭാവം? അല്ല, നിങ്ങൾ എന്തൊക്കെയോ സത്യം അറിഞ്ഞെന്ന് പറഞ്ഞല്ലോ. എന്ത് സത്യം നിങ്ങൾ അറിഞ്ഞത്? അപ്പൊ ബബിത പറയുന്നുണ്ട്, കൃഷ്ണേ, നീ ആ അലീനയുടെ സ്നേഹത്തിൽ വീഴരുത്. നിങ്ങളെ എളുപ്പത്തിൽ പറ്റിക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും, പക്ഷെ എന്നെ പറ്റിക്കാൻ സാധിക്കില്ല. എടി കൃഷ്ണേ, നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, എനിക്ക് വിശ്വസിക്കണമെന്നില്ല രോഹിയേട്ടാ. എടി കൃഷ്ണേ, ഈ അലീന എന്ന് പറയുന്നവളുണ്ടല്ലോ, അവർ കോളനിക്കാരിയാ. എന്ത് കോളനിക്കാരിയോ? അതേനേ, കോളനിയിൽ ഏതോ ഒരു സ്ത്രീക്ക് ജനിച്ചത് അലീന. നിങ്ങളോട് ആരും ഇതൊക്കെ പറഞ്ഞത്? ഞങ്ങൾ അറിഞ്ഞതാണ് സത്യം. നീ അവരുടെ അച്ഛനും അമ്മയൊക്കെ അറിയാമെന്ന് പറഞ്ഞില്ലേ? അവർ കോളനിക്കാരാണോ? ഏയ്, അവർ കോളനിക്കാരില്ല, നല്ല ഒന്നാന്തരം തറവാടികളാ. എന്നാ പിന്നെ അവർ നിന്നെ പറഞ്ഞ് പറ്റിച്ച് വെച്ചേക്കുവാ. അവർ തറവാടികളല്ല, ഒരു പുല്ലുമല്ല, അവർ കോളനിക്കാരാ. അല്ല, കോളനിക്കാരാണെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? കോളനിക്കാരാണെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ ആ കോളനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കാൻ ഇങ്ങനെ നാടകം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരാരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണല്ലോ, ഇല്ലെങ്കിൽ അവരെ ചേച്ചി വീണ്ടും വിഷമിപ്പിക്കും. നോക്ക് കൃഷ്ണയുടെ മുഖം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ ആരാ ഇത് വിളിച്ച് പറഞ്ഞത്? എന്തായാലും പ്രൂഫോട് കൂടി ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി ഒന്ന് കാണട്ടെ, ഞാനും വിശ്വസിക്കാലോ. അത് എന്തായാലും വേണ്ട, ഞങ്ങൾ വിശ്വസിച്ചോളാം. നീ അവരുടെ കൂടെ നിൽക്കാതെ ഇരുന്നാ മതി. എന്തായാലും പഠിച്ച കളി തന്നെ ഈ അലീന. ദേ രോഹിത, വെറുതെ അതൊന്നും പറയരുത്. ഒന്നുമില്ലെങ്കിൽ രോഹിട്ടനെ ഇത്രയും കാലം ശുശ്രൂഷിച്ചതല്ലേ. പിന്നെ അവർ പണത്തിന് വേണ്ടി ചെയ്ത്, അവർക്ക് വേണ്ട പണം അച്ഛൻ കൊടുക്കുകയും ചെയ്തു. അല്ല, അതല്ല സത്യം. പിന്നെന്താ? നിനക്ക് വേറെ എന്തെങ്കിലും സത്യം അറിയോ ഞങ്ങൾക്കറിയാത്തെ? അത് പറയേ, എനിക്കൊരു രഹസ്യം അറിഞ്ഞൂടാ. എന്നാ പിന്നെ ഞങ്ങളെപ്പോലെ നീയും വിശ്വസിച്ചോ? അങ്ങനെ കൃഷ്ണ പോകുന്നുണ്ട് കേട്ടോ. ബബിതേ, കൃഷ്ണയുടെ മനസ്സിൽ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. അവളെ അലീന ചേച്ചി എന്ന് വെച്ച വലിയ ജീവനാ. സത്യം എന്തായാലും അവളെ തുറന്ന് പറയാതിരിക്കില്ല. നോക്കാം, എന്തായാലും സക്സസ് ആവുമെന്ന് എനിക്കും തോന്നുന്നത്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ബബിത ഒറ്റയ്ക്ക് സോഫയിൽ ഇരിക്കുന്നതാണ് കേട്ടോ. ആ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷ്ണയും അലീനയും വരുന്നുണ്ട്. ബബിതേ, ഈ ചായ എടുത്ത് കുടിക്ക്. എന്നാൽ സന്തോഷത്തോടെ ബബിത ആ ചായ എടുത്ത് കുടിക്കാൻ നിൽക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ ബബിത ആലോചിക്കുന്നുണ്ട്, അഭിനയത്തിലാണല്ലോ എന്നുള്ളത്. ഈ ചായ തന്നെ എനിക്കിതിൻ്റെ ചായ കൊണ്ട് തന്നേക്കുന്നു. വെറുതെ മനുഷ്യനെ മനസ്സ് മയക്കിയെടുക്കാൻ. നിങ്ങൾക്ക് നാണമില്ലേ വീണ്ടും ഇതുപോലെ നാടകം കളിക്കാൻ? ബബിതേ, എന്താ മോളെ നീ പറയുന്നത്? നിങ്ങളോട് ആരാ ഞാൻ കോളനിയിൽ ജനിച്ചാണെന്നൊക്കെ പറഞ്ഞത്? അവള് വന്ന് നിങ്ങളോടെല്ലാം പറഞ്ഞല്ലേ? പറഞ്ഞു. ഞാൻ കോളനിയിൽ ജനിച്ച നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ കോളനിയിൽ ജനിച്ചവൾ തന്നെയാ. കോളനിക്കാർക്കും വേണ്ടി നിങ്ങളെന്തോ ചാരപ്രവർത്തനം ചെയ്യുക ഇവിടെ വന്നിട്ട്. അവരുടെ ഒരു ചായ, ഇതും പറഞ്ഞുകൊണ്ട് ആ ചായ ഒരു ഏറ്റേറാണ് കേട്ടോ. അപ്പൊ കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി എന്ത് പണിയാണ് കാണിച്ചത്? ഈ തിളയ്ക്കുന്ന ചായേ ഇവരുടെ മുഖത്തോട്ട് ഒഴിക്കണമായിരുന്നു. അതിപ്പോൾ താഴോട്ട് ഒഴിച്ചത് എൻ്റെ മാന്യത. എന്നാ ഇത് കേട്ടോണ്ട് രോഹിത് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. ബബിത എന്തായാലും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ബബിതേ, നീ എന്തിനാ ഇവരോട് സംസാരിക്കുന്നത്? ഞാൻ സംസാരിച്ചതല്ല, ഇവരെന്നെ മയക്കാൻ വേണ്ടി ചായയായിട്ട് വന്നതാ. കൊള്ളാലോ, നിങ്ങൾ വീണ്ടും ഞങ്ങളെ മയക്കി കുപ്പിയിലാക്കാന്ന് കരുതിയോ? അതെന്തായാലും നടക്കില്ല. പറഞ്ഞ് പറ്റിച്ചതാ ഞങ്ങളെ. സ്വന്തം അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് അച്ഛനെ സംശയിക്കുന്നതിൽ നിന്നും അച്ഛൻ രക്ഷപ്പെടുത്തിയതാ. അല്ല, നിങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പോവാത്തത്? ഇവിടെ തന്നെ കെട്ടിയടഞ്ഞ് നിന്നോ? മതി, നിർത്ത്, ഞാൻ പോവാണ്. എനിക്കെനി ആരോടൊന്നും പറയാനില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്നെ വിശ്വാസമാവുന്നില്ല. ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ എന്നെ വിശ്വസിക്കാതായെങ്കിൽ ഞാൻ പിന്നെ ഇതിന് ഇവിടെ നിൽക്കുന്നത്
ഞാൻ പോവാ. അപ്പൊ കൃഷ്ണ പറയുന്നുണ്ട്, അയ്യോ ചേച്ചി ചേച്ചി എങ്ങോട്ട് പോവാന്ന്? ഇവരെന്തെങ്കിലും പറഞ്ഞത് കരുതി ചേച്ചി പോവാണോ? ഞാൻ പോവാ. എന്നെ വിശ്വാസമില്ലാതെ ആരൊക്കെയോ എന്തോ പറഞ്ഞത് കേട്ടിട്ട് ഇവരെന്നോട് പറയുന്നത് കേട്ടില്ലേ? ഞാൻ കൊടുത്ത ചായ ഇപ്പൊ ബബിത തട്ടി തെറിപ്പിച്ചു. ഇവൻ എന്തൊക്കെ എന്നോട് പറയുന്നത്? അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് എന്നോടുള്ള സ്നേഹം. ഞാനൊരു നിമിഷം മതി മറന്നു. എന്നെ ഇവരോ അതിയായി സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട്. പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ പോവാ, ആരോട് യാത്ര പറയാൻ നിൽക്കുന്നില്ല. ഇതും പറഞ്ഞുകൊണ്ട് ബാഗ് എടുക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. ആ സമയത്ത് ബബിത രോഹിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ രോഹി ഇങ്ങനെ കണ്ണുകൊണ്ട് ഇറുമി കാണിക്കുന്നുണ്ടേ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അല്ല നിങ്ങളോട് ആര് പറഞ്ഞിട്ടാ നിങ്ങളിത് വിശ്വസിച്ചത്? അതിന് മാത്രം എന്ത് വലിയ തെളിവാ നിങ്ങൾക്ക് അവർ കാണിച്ചു തന്നത്? എന്തായാലും കോളനിയിൽ ഏതോ പെണ്ണ് പ്രസവിച്ചതാണ് ചേച്ചി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാ അല്ല, അതിന് നീ ഇങ്ങനെ അല്ല അല്ലെന്ന് പറഞ്ഞാൽ പോരാ, അതിന് വല്ല തെളിവും വേണം. അല്ല നിനക്ക് അവരുടെ അച്ഛനും അമ്മയും ആരാണെന്നല്ലേ അറിയാമെന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നീ പറ, ആരാ അവരുടെ അച്ഛനും അമ്മയും? ഞാൻ പറയും. ഇനിയും അത് പറയാതിരുന്ന എൻ്റെ അലീന ചേച്ചി ഒരുപാട് വിഷമിക്കും. ആ സത്യം നിങ്ങൾ അറിയണം. എന്നാൽ അലീനയാണെന്നുണ്ടെങ്കിൽ റൂമിലോട്ട് പോയിട്ടില്ല കേട്ടോ. മറ്റൊരു റൂമിന്റെ കതകിന്റെ അടുത്ത് തന്നെ ആയിട്ട് നിൽക്കാണ്. കൃഷ്ണ പറയാൻ പോകുന്നത് കേട്ടിട്ട് ആകെ വെപ്രാളപ്പെട്ട് നിൽക്കാൻ കേട്ടോ. രണ്ടുപേരും കേട്ടോ, നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ സ്വന്തം ചേച്ചിയല്ല പോയതെന്നല്ലേ? എന്നാ അവര് നിങ്ങളുടെ സ്വന്തം ചേച്ചി തന്നെയാ. നിങ്ങളുടെ മാത്രമല്ല എന്റെയും സ്വന്തം ചേച്ചി. നമ്മുടെ അച്ഛന് സ്വന്തം മകളായിട്ട് ചേച്ചിയെ കാണാനും പറ്റും. ഇവൾ എന്തൊക്കെയാ പറയുന്നത്? ഇവൾ ഓരോ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് പറയാ. നീ വന്നേ ബബിതേ, നിക്ക് രോഹിട്ടാ. കേൾക്കാനുള്ളതൊക്കെ കേട്ടിട്ട് പോയാൽ മതി. ആ എന്നാ പറയുമ്പോഴേ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. ഞങ്ങൾക്ക് സമയമില്ല. പറയാം, പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർത്തു തരാം. ചേച്ചി അച്ഛൻ്റെ മകളല്ലാന്നല്ലേ ഉള്ളൂ. അച്ഛൻ്റെ മകളല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചോര ആവില്ലല്ലോ. എന്നാവും. അച്ഛൻ്റെതല്ലെങ്കിൽ പിന്നെ ആരുടെ ചോര ആവണം? നമ്മുടെ ചേച്ചി ആവണമെന്നുണ്ടെങ്കിൽ. ഇത് കേട്ടപ്പോൾ ബബിതയും രോഹിത്തും ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. നീ നീ എന്താ പറയുന്നേ? അതെ, ഞാൻ പറയുന്നത് നമ്മുടെ അമ്മയുടെ കാര്യം തന്നെയാ. അച്ഛൻ്റെ മകളല്ലെങ്കിൽ പിന്നെ നമ്മുടെ അമ്മയുടെ മകള്. അമ്മയുടെ മകളോ? ബബിതേ ഇവള്? അലീന ചേച്ചി എന്തായാലും അമ്മയുടെ മകളല്ല, എന്നാ അമ്മയുടെ മകളാണ്. അതിന് പ്രൂഫും ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ് അച്ഛൻ അന്വേഷണം നടത്തിയതും സകല കഥകളും തുറന്നു പറയുന്ന കൃഷ്ണ ഇതൊക്കെ കേട്ടിട്ട് ആ വാതിലിന്റെ മറവിൽ നിന്നിട്ട് ശരിക്കും ഞെട്ടാണ് കേട്ടോ. അലീന, കൃഷ്ണയ്ക്ക് എങ്ങനെ സത്യം അറിയാന്ന് അലീന ആലോചിക്കുന്നുണ്ട്. അപ്പൊ ബബിത പറയുന്നുണ്ട്, കൃഷ്ണേ അപ്പം നിനക്കറിയാവുന്ന സത്യം ഇതായിരുന്നോ? അതെ, നമ്മുടെ അമ്മയുടെ മകളാണ്. അമ്മ എന്നിട്ട് അച്ഛനെ എപ്പോഴും കുറ്റപ്പെടുത്തുമല്ലേ? അമ്മയ്ക്കിതൊക്കെ അറിയാം, പക്ഷെ അമ്മ ആ രഹസ്യം അച്ഛനിൽ നിന്ന് മറച്ചതാ. അപ്പോൾ അമ്മയിലെ സത്യങ്ങളൊക്കെ അറിയേണ്ടത്. അമ്മയല്ലേ തെറ്റ് ചെയ്തിരിക്കുന്നത്? അതെ, നമ്മുടെ അമ്മ തന്നെയാ തെറ്റ് ചെയ്തിരിക്കുന്നത്. 100% നമ്മുടെ അമ്മയുടെ ഭാഗത്താ തെറ്റ്. അപ്പോൾ ഇതായിരുന്നില്ല ആ രഹസ്യം? അതെ, പാവ അച്ഛനെ ഞാൻ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് അച്ഛൻ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. നിങ്ങളോട് മാത്രം സത്യങ്ങളൊന്നും പറഞ്ഞില്ല. അതെന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അച്ഛനെ നിങ്ങൾ മാത്രം കുറ്റപ്പെടുത്തി. രോഹിത്തിന്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ബബിതയും ആകെ വിഷമിച്ച് നിൽക്കാണ്. എന്നാൽ ഇത് കേട്ടോണ്ട് അലീന അങ്ങോട്ട് വരുന്നുണ്ട്. അലീനെ കണ്ടപ്പോൾ രോഹിത്തും ബബിതയും ആകെ വിഷമിച്ചിട്ട് ഓടിച്ചെന്ന് അലീനയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. രോഹിത്തെ, ബബിതേ, ചേച്ചി, ഞങ്ങൾക്ക് ചേച്ചിയോട് 1 ഇഞ്ച് പോലും സ്നേഹം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുള്ളൂ. ഇപ്പോഴും ഈ സത്യം കൃഷ്ണയുടെ വായിലൂടെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനും രോഹിയേട്ടനും കളിച്ച നാടകമായിരുന്നു ഇത്. അത് കേട്ടപ്പോൾ ശരിക്കും അലീന ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചിയോട് പെട്ടെന്ന് ചോർന്നു പോകാൻ മാത്രമുള്ള സ്നേഹം എനിക്ക് ബബിതയ്ക്കുള്ളൂ എന്ന് കരുതിയോ ചേച്ചി? ഇത് കേട്ടിട്ട് അലീനയ്ക്ക് വിഷമവും സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ടാണ് ബാലചന്ദ്രൻ അകത്തോട്ട് കയറി വരുന്നത്. ബാലചന്ദ്രൻ എല്ലാം കേട്ടു കേട്ടോ. മക്കളെ, നിങ്ങളെല്ലാവരും സത്യം അറിഞ്ഞല്ലേ? അച്ഛാ, ഈ സത്യം ഞങ്ങളിൽ നിന്ന് എന്തിനാ അച്ഛൻ മറച്ചു വെച്ചത്? നിങ്ങളോട് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അലീന പറഞ്ഞിട്ടാ മറച്ചു വെച്ചത്. ചേച്ചി, ഒരിക്കലും ചേച്ചി ഇവിടുന്ന് പോകേണ്ടവളല്ല. സത്യം അമ്മ അറിയാൻ വേണ്ടത്. അയ്യോ അത് വേണ്ട. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഭവിഷ്യത്തുണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അച്ഛൻ്റെയും അല്ല, നമ്മുടെ അമ്മയുടെ മകളാ. നമ്മൾ ഒരേ ഗർഭപാത്രത്തിലുണ്ടായവരാ എന്ന് കൃഷ്ണ സന്തോഷത്തോടെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ കൂട്ടി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആകെ ഭയങ്കര ഹാപ്പി ആവാണ് കേട്ടോ. പിന്നീട് ബാലചന്ദ്രൻ അമ്മയുടെ പഴയ കഥകൾ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് അവർ ശരിക്കും ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്തതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.